ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫ്യൂഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻ എ പ്ലാസ്മ. മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റു എ പ്ലാസ്മ. ഈ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ മെയിനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ആസ്ട്രോഫിസിക്സിലാണ്. അതായത് സ്പേസുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ മെയിനായിട്ട് വരുന്നത്. അതായത് നമ്മൾ രണ്ട് റീജിയൻ കൺസിഡർ ചെയ്യുകയാണ്. ഒന്നാമത്തെ റീജിയൻ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് മാത്രമുള്ള ഒരു റീജിയനാണ്. രണ്ടാമത്തെ റീജിയൻ എന്ന് പറയുന്നത് പ്ലാസ്മ മാത്രമുള്ള റീജിയനാണ്. പ്ലാസ്മ ഓൺലി. അതായത് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് മാത്രമാണ്, ദർ ഇസ് നോ പ്ലാസ്മ. ഇവിടെ പ്ലാസ്മ മാത്രമാണ്, ദർ ഇസ് നോ മാഗ്നറ്റിക് ഫീൽഡ്. ഇത് രണ്ടും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു റീജിയൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ളൊരു കേസ് നമ്മൾ കൺസിഡർ ചെയ്യണം. ഇനി നമ്മൾ പ്ലാസ്മയിൽ എന്ന് പറഞ്ഞത് ഇഫ് നോ റെസിസ്റ്റിവിറ്റി, അതായത് പ്ലാസ്മയിൽ റെസിസ്റ്റിവിറ്റി ഇല്ല എന്നുള്ളൊരു കൺസെപ്റ്റ് കൊണ്ടുവരാണ്. ഇഫ് പ്ലാസ്മ ഹാവ് നോ റെസിസ്റ്റിവിറ്റി, അങ്ങനെയാണെങ്കിൽ ഈ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞത് ഒരിക്കലും എന്ത് ചെയ്യില്ല, പ്ലാസ്മയിലേക്ക് എന്ത് ചെയ്യില്ല, പെനിട്രേറ്റ് ചെയ്യില്ല, പോവില്ല, തുറഞ്ഞു കയറില്ല. ഓക്കെ, അതായത് മാഗ്നറ്റിക് ഫീൽഡ് മാത്രമുള്ള റീജിയനാണ് ഒന്ന് പ്ലാസ്മ മാത്രമുള്ള റീജിയനാണ്. പ്ലാസ്മയിൽ എന്ന് പറഞ്ഞാൽ ദർ ഇസ് നോ റെസിസ്റ്റിവിറ്റി. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ദ ഫീൽഡ് കനോട്ട് പെനിട്രേറ്റ് ഇൻറ്റു എ പ്ലാസ്മ. ഓക്കെ, ഇനി നമ്മൾ റെസിസ്റ്റിവിറ്റി ഫൈനൈറ്റ് ആക്കുകയാണ്. പ്ലാസ്മയിൽ നമ്മൾ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് വാല്യൂ നമ്മൾ ആക്കുകയാണെങ്കിൽ ദ ഫീൽഡ് ക്യാൻ പെനിട്രേറ്റ്, അല്ലെങ്കിൽ ഫീൽഡ് ക്യാൻ പ്ലാസ്മ ക്യാൻ മൂവ് ത്രൂ ദ ഫീൽഡ് ഓർ വൈസ് വേഴ്സ. എന്ന് വെച്ചാൽ പ്ലാസ്മ ഫീൽഡിലേക്കോ അല്ലെങ്കിൽ ഫീൽഡ് പ്ലാസ്മയിലേക്കോ, പ്ലാസ്മയിൽ നിന്ന് ഫീൽഡിലേക്കോ അല്ലെങ്കിൽ ഫീൽഡിൽ നിന്ന് പ്ലാസ്മയിലേക്കോ എന്ത് ചെയ്യാം, പെനിട്രേഷൻ സംഭവിക്കാം. പെനിട്രേഷൻ സംഭവിക്കുന്നത് ത്രൂ ദ സെപ്പറേഷൻ. ഈ സെപ്പറേഷനിലൂടെയാണ് എന്ത് ചെയ്യുക, പെനിട്രേറ്റ് ചെയ്യുക. സോ ഇറ്റ് വിൽ ബി ടേക്ക് എ ഡിഫ്യൂസ് ആണ് അവിടെ നടക്കുന്നത്. അതായത് ഫ്രം വൺ റീജിയൻ ടു അനദർ റീജിയൻ ബൈ ഡിഫ്യൂഷൻ. ഈ ഡിഫ്യൂഷൻ നടക്കണമെങ്കിൽ ഈ സർട്ടൈൻ എമൗണ്ട് ഓഫ് ടൈം നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ആ ടൈം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ദാറ്റ്സ് കോൾഡ് ഡിഫ്യൂഷൻ ടൈം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ കാണാനുള്ളത് ഡിഫ്യൂഷൻ ടൈം കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. വെൻ പ്ലാസ്മ ക്യാൻ മൂവ് ത്രൂ ദ ഫീൽഡ് ഓർ ഫീൽഡ് ക്യാൻ മൂവ് ത്രൂ ദ പ്ലാസ്മ. ആ ഒരു ടൈമാണ് നമുക്ക് എത്ര സമയം കൊണ്ടാണ് ഡിഫ്യൂഷൻ നടക്കുന്നത് അല്ലെങ്കിൽ പ്ലാസ്മ ഫീൽഡിലേക്ക് മൂവ് ചെയ്യുന്ന ടൈം. ആ ടൈമാണ് നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് എ ഡിഫ്യൂഷൻ ടൈം, ദാറ്റ് ഈസ് ഈക്വൽ ടു ടോ. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി നമുക്ക് മാക്സ്വെൽ ഇക്വേഷൻ ഡെൽ ക്രോസ് ഈസ് ഈക്വൽ ടു മൈനസ് ഡോ ബി ഡിവൈഡഡ് ബൈ ഡോ ടി എന്നുള്ള ഇക്വേഷൻ നമുക്കറിയാം. അത് നമ്മൾ ഓർക്കാം. അതുപോലെ ഓംസ് ലോ, ദാറ്റ് ഈസ് ഇ പ്ലസ് വി ക്രോസ് ബി ഈസ് ഈക്വൽ ടു ഈറ്റ ജെ എന്നുള്ള ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യാം. ഒരു സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് പ്ലാസ്മ എന്ന് പറയുന്നത് നമ്മൾ റെസ്റ്റിലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. പ്ലാസ്മ ഈസ് അറ്റ് റെസ്റ്റ്. മാത്രമല്ല ഫീൽഡ് ലൈൻസ് ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത് എന്ന് നമ്മൾ വിചാരിക്കാം. അപ്പോൾ നമ്മൾ എടുക്കുന്ന കേസ് എന്ന് പറയുന്നത് ഫീൽഡ് ഡയറക്ഷനിൽ നിന്ന് പ്ലാസ്മയിലേക്കാണ് പെനിട്രേഷൻ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്ലാസ്മയുടെ കേസിൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണ്. ഫീൽഡിൻ്റെ കേസിൽ ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫ്രം ദിസ് ഇക്വേഷൻ പ്ലാസ്മയുടെ ഇക്വേഷൻ വെച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈസ് ഈക്വൽ ടു ഈറ്റ ജെ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. ഡെൽ ക്രോസ് ഈറ്റ ജെ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ ബി ഡിവൈഡഡ് ബൈ ഡോ ടി. ഓക്കെ, വി ഹാവ് ജെ ഈക്വൽ ടു, ജെയുടെ വാല്യൂ എന്തായിരുന്നു, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ജെയുടെ വാല്യൂ എന്ന് പറഞ്ഞത് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ മ്യൂ 0 ഡെൽ ക്രോസ് ബി എന്നുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഈ ഒരു വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. സോ ഡെൽ ക്രോസ് ഈറ്റ എന്നുള്ള ടേം നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ്, മ്യൂ 0 എന്നുള്ള ടേം നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ്. ദെർഫോർ ഡെൽ ക്രോസ്
del cross B is equal to minus dou B divided by dou T. ജെക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഈറ്റ ഡിവൈഡഡ് ബൈ മ്യൂ 0. വാട്ട് ഈസ് ദ എക്സ്പാൻഷൻ ഓഫ് ദിസ് വൺ? ബാക്ക് മൈനസ് ക്യാപ്പ് റൂൾ. ഓക്കെ, അപ്പോൾ ഡെൽ ഇൻറ്റു ഡെൽ ഡോട്ട് ബി മൈനസ് ഡെൽ സ്ക്വയർ ബി is equal to minus dou b divided by dou t. We have del dot b is equal to 0, Maxwell equation. അങ്ങനെയാണെങ്കിൽ മൈനസ് ഈറ്റ ഡിവൈഡ് ബൈ മ്യൂ 0 ഡെൽ ക്രോസ് ബി is equal to മൈനസ് ഡോ ബി ഡിവൈഡഡ് ബൈ ഡോ ടി. മൈനസും ക്യാൻസൽ ചെയ്തു. ഓക്കെ, അപ്പോൾ ഡോ ബി ഡിവൈഡ് ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു ഈറ്റ ഡിവൈഡ് ബൈ മ്യൂ 0 ഡെൽ ക്രോസ് ബി എന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മൾ ഇതിൻ്റെ സ്പേഷ്യൽ വേരിയേഷൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ L ആയിട്ട് കൺസിഡർ ചെയ്യുകയാണ്. ലെറ്റ് L ടു ബി ദ സ്കെയിൽ ഓഫ് ലെങ്ത് ഓഫ് സ്പെഷ്യൽ വേരിയേഷൻ ഓഫ് ബി മൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ ബിയുടെ ലെങ്ത് എന്ന് പറയുന്നത് സ്പെഷ്യൽ വേരിയേഷൻ എന്ന് പറയുന്നത് L ആയിട്ട് കൺസിഡർ ചെയ്താൽ ഡെൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? 1 ഡിവൈഡ് ബൈ എൽ സ്ക്വയർ എന്നതാക്കി നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഡെൽ സ്ക്വയർ എന്നുള്ളതിന് നമുക്ക് 1 ഡിവൈഡ് ബൈ എൽ സ്ക്വയർ എഴുതാം. അങ്ങനെയാണെങ്കിൽ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും? സോ ഡോ ബി ഡിവൈഡഡ് ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു ഈറ്റ ഡിവൈഡഡ് ബൈ മ്യൂ 0 എൽ സ്ക്വയർ ഇൻറ്റു ബി എന്ന് എഴുതാം. ഓക്കെ, ദെൻ ഇത് നമുക്ക് ബിയുടെ സൊല്യൂഷൻ നമുക്ക് കാണുകയാണെങ്കിൽ ഹൗ ക്യാൻ യു ഫൈൻഡ് ദിസ് സൊല്യൂഷൻ? ഡോ ബി ഡിവൈഡ് ബൈ ബി സീക്വൽ ടു ഈറ്റ മ്യൂ 0 എൽ സ്ക്വയർ ഇൻറ്റു ഡി ബി വെച്ചിട്ട് ചെയ്യുകയാണ് ഡി ടി. ഡോ ബി ഡിവൈഡ് ബൈ ഡോട്ടിന് ഞാൻ ഡി ബി ഡിവൈഡ് ബൈ ഡി ടി ആക്കി ചേഞ്ച് ചെയ്തു. ദെൻ എൽ എൻ ബി മൈനസ് എൽ എൻ ബി 0 സീക്വൽ ടു ഈറ്റ ഡിവൈഡ് ബൈ മ്യൂ 0 എൽ സ്ക്വയർ ഇൻറ്റു ടോ. ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ കിട്ടും. ഫ്രം ദിസ് എൽ എൻ ബി ഡിവൈഡ് ബൈ ബി 0 സീക്വൽ ടു ഈറ്റ ഡിവൈഡ് ബൈ മ്യൂ 0 എൽ സ്ക്വയർ ഇൻറ്റു ടോ, ദാറ്റ് ഈസ് ഈക്വൽ ടു ബി ഡിവൈഡഡ് ബൈ ബി 0 സീക്വൽ ടു exponential of eta divided by mu 0 L square into tau. So B is equal to B0 exponential of eta divided by mu 0 L square into tau. Okay. Then sorry, tau അല്ല, ടൈം ആണ്, ടി ആണ് കേട്ടോ, ടി. ഓക്കെ, ടി എന്നുള്ള റെപ്രസെൻറ്റേഷൻ കൊടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു ബി ഈസ് ഈക്വൽ ടു B0 എക്സ്പൊണൻഷ്യൽ ഓഫ് പ്ലസ് ഓർ മൈനസ് ടി ഡിവൈഡ് ബൈ ടോ എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. വേർ ടോസ് ഈക്വൽ ടു മ്യൂ 0 എൽ സ്ക്വയർ ഡിവൈഡ് ബൈ ഈറ്റ. ദിസ് ടൈം ഈസ് കോൾഡ് ഡിഫ്യൂഷൻ ടൈം. Is a characteristic time for magnetic field penetrate. കാരണം മാഗ്നറ്റിക് ഫീൽഡാണ് മൂവ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. മാഗ്നറ്റിക് ഫീൽഡ് പെനിട്രേറ്റ് ഇൻറ്റു എ പ്ലാസ്മ. പ്ലാസ്മയിലേക്ക് മാഗ്നറ്റിക് ഫീൽഡ് പെനിട്രേറ്റ് ചെയ്യേണ്ട സമയമാണെന്ത്? ടോസ് ഈക്വൽ ടു മ്യൂ 0 എൽ സ്ക്വയർ ഡിവൈഡ് ബൈ ഈറ്റ എന്നുള്ള ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് ടൈം ഫോർ, ദാറ്റ് ഈസ് എ ഡിഫ്യൂഷൻ ടൈം ഫോർ മാഗ്നറ്റിക് ഫീൽഡ് പെനിട്രേറ്റ് ഇൻ എ പ്ലാസ്മ. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഡിഫ്യൂഷൻ ടൈമിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇൻസ്റ്റെബിലിറ്റിനെ കുറിച്ച് നമുക്ക് പറയണം. ഇൻസ്റ്റെബിലിറ്റി, ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻസ്റ്റെബിലിറ്റി. നാല് ഇൻസ്റ്റെബിലിറ്റിയാണ് നമുക്ക് പറയാനുള്ളത്. ഇൻസ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടാബുറേഷൻ വരുന്ന സമയത്ത്, അതായത് നമ്മൾ പ്ലാസ്മ വേവിനെ കുറിച്ച് നമ്മൾ ട്രീറ്റ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ
നമ്മൾ അസ്യൂം ചെയ്യുന്നത് അൺപെർട്ടാബറേറ്റ് ആയിട്ടുള്ള സ്റ്റേജ്. അൺപെർട്ടാബറേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടാബറേഷൻ നടക്കുന്നില്ലെങ്കിൽ, പെർട്ടാബറേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ, അതായത് ട്രൂ ആയിട്ടുള്ള ഫീൽഡാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ദാറ്റ് വിൽ ബി എ പെർഫെക്റ്റ് തെർമോഡൈനാമിക്സ് എന്ന് നമ്മൾ പറയും. പെർഫെക്റ്റ് തെർമോഡൈനാമിക്സ്, അതായത് അതിൻ്റെ മാക്സ്വെല്ലിയൻ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്നും അതുപോലെ ഡെൻസിറ്റി, മാഗ്നറ്റിക് ഫീൽഡ്, ഇതെല്ലാം എന്താണ്, യൂണിഫോം ആണ്. ദാറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്. ഡെൻസിറ്റി ആവട്ടെ, മാഗ്നറ്റിക് ഫീൽഡ് ആവട്ടെ, വെലോസിറ്റി ആവട്ടെ, എല്ലാം എന്താണ്, ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ദാറ്റ് വിൽ നോട്ട് ബി വേരിയഡ്. അപ്പോഴാണ് ഇത് അൺപെർട്ടാബറേഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം വേരിയേഷൻ ഇല്ല, കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, ഇങ്ങനത്തെ കേസിൽ സാധാരണ എൻട്രോപ്പി എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. എൻട്രോപ്പി ഈസ് വെരി ലാർജ്. എൻട്രോപ്പി വളരെ കൂടുതലാണെങ്കിൽ ദർ ഇസ് നോ ഫ്രീ എനർജി അവൈലബിൾ ഇൻ ദിസ് വേവ്. എൻട്രോപ്പി വളരെ കൂടുതലാണെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല, ഫ്രീ എനർജി എന്ന് പറഞ്ഞത് എന്തല്ല ഉണ്ടാവില്ല. ഫ്രീ എനർജി എന്ന് പറഞ്ഞത് അൺഅവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു കേസ് നമ്മൾ അൺപെർട്ടാബറേഷൻ സ്റ്റേറ്റ് ആയിട്ടാണ് നമ്മൾ സാധാരണ എന്ത് ചെയ്യുക, ഒരു പെർഫെക്റ്റ് തെർമോഡൈനാമിക്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുക. ഇനി നമ്മളൊരു പെർഫെക്റ്റ് തെർമോഡൈനാമിക്സ് ഇക്വിലിബ്രിയം നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക, അസ്യൂം ചെയ്യാണ് ദർ ഇസ് നോ പെർഫെക്റ്റ് തെർമോഡൈനാമിക്സ്, നോ പെർഫെക്റ്റ് തെർമോഡൈനാമിക്സ് എന്നുള്ളൊരു കേസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് മീൻസ് അവിടെ എന്തുണ്ടാവില്ല, ഓൾ ഫോഴ്സ് എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം അല്ലല്ലോ, പെർഫെക്റ്റ് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം അല്ല. അതുകൊണ്ട് തന്നെ ഇക്വിലിബ്രിയം അല്ലാത്തത് കൊണ്ട് തന്നെ ദർ വിൽ ബി എക്സിസ്റ്റ് ഫ്രീ എനർജി. അവിടെ ഒരു ഫ്രീ എനർജി എന്ത് ചെയ്യും, എക്സിസ്റ്റ് ചെയ്യും. സോ ദിസ് ടൈപ്പ് ഓഫ് ഇക്വിലിബ്രിയം വിൽ ബി അൺസ്റ്റേബിൾ. കാരണം ഫ്രീ എനർജി വരുന്നത് കൊണ്ട് തന്നെ ദ ബാലൻസ് ഫോഴ്സ് കനോട്ട് ബി ബാലൻസ്ഡ്. ഫോഴ്സ് ഒന്നും അവിടെ ചെയ്യാൻ പറ്റില്ല, ബാലൻസ് ചെയ്യില്ല. ദാറ്റ് മീൻസ് ടൈം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു സൊല്യൂഷൻ ആയിരിക്കും നമുക്കവിടെ കിട്ടുക. ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ. സോ ഇക്വിലിബ്രിയം ഈസ് എ അൺസ്റ്റേബിൾ. ഈ ഒരു അൺസ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഈ ഒരു ഇൻസ്റ്റേബിൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറക്കാൻ പറ്റും. എങ്ങനെ? ഫ്രീ എനർജി എന്ന് പറയുന്നത് 0 ആക്കുകയാണെങ്കിൽ. അതായത് ഇവിടെ ഈ അൺസ്റ്റേബിളിനെ നമുക്ക് എന്തിലേക്ക് മാറ്റാൻ പറ്റും, ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ പറ്റും. എപ്പോൾ? ഈ ഫ്രീ എനർജി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, ആ ഒരു ഫ്രീ എനർജിനെ നമ്മൾ എന്ത് ഡിഗ്രീസ് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ ഫ്രീ എനർജിനെ ഡിഗ്രീസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പെർഫെക്റ്റ് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പെർഫെക്റ്റ് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം അല്ലാത്ത ഒരു കേസിനെ, പെർഫെക്റ്റ് തെർമോഡൈനാമിക്സ് ഇക്വിലിബ്രിയം അല്ലാത്തൊരു കേസിൽ ഫ്രീ എനർജി അവൈലബിൾ ഉണ്ടാവുള്ളൂ. ആ എനർജിനെ ഡിഗ്രീസ് ചെയ്യുക, ആ എനർജിനെ ഡിഗ്രീസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിനെ സ്റ്റെബിലിറ്റി ആക്കി കൊണ്ടുവരിക. അതായത് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലേക്ക്, പെർഫെക്റ്റ് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലേക്ക് എന്ത് ചെയ്യുക, അതിനെ എത്തിക്കുക. ഈ ഒരു പ്രോസസ്സാണ് നമ്മൾ ഇൻസ്റ്റെബിലിറ്റി കൊണ്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത്, സ്റ്റെബിലിറ്റി അച്ചൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, 4 തരത്തിലുള്ള ഇൻസ്റ്റെബിലിറ്റീസാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്. അതായത് ഏത് ടൈപ്പ് ഓഫ് ഫ്രീ എനർജിയാണ് അതിന് അവൈലബിൾ ആയിരിക്കുക. ഒരു പ്ലാസ്മ സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ വരുന്ന ഫ്രീ എനർജി ഏത് ടൈപ്പിലായിരിക്കും, ആ ടൈപ്പിനെ അപേക്ഷിച്ച് 4ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ പറഞ്ഞു ഫ്രീ എനർജി അവൈലബിൾ ആവുന്നുണ്ട് ഫോർ എ നോട്ട് പെർഫെക്റ്റ് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം. അതായത് ഫ്രീ എനർജി അവൈലബിൾ ആവുന്നുണ്ട് ഫോർ നോ പെർഫെക്റ്റ് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം. ഈ ഫ്രീ എനർജിയുടെ അവൈലബിലിറ്റി അനുസരിച്ച് അല്ലെങ്കിൽ ഫ്രീ എനർജിയുടെ ടൈപ്പ് അനുസരിച്ച്, ടൈപ്സ് ഓഫ് ഫ്രീ എനർജി, അതനുസരിച്ച് നമുക്ക് ഈ ഇൻസ്റ്റെബിലിറ്റിനെ നമുക്ക് 4ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതിൽ ഒന്നാമത്തേതാണ് സ്ട്രീമിംഗ് ഇൻസ്റ്റെബിലിറ്റി. സ്ട്രീമിംഗ് ഇൻസ്റ്റെബിലിറ്റി. രണ്ടാമത്തേതാണ് റെയ്ലേ ടൈലർ ഇൻസ്റ്റെബിലിറ്റി. റെയ്ലേ ടൈലർ ഇൻസ്റ്റെബിലിറ്റി. മൂന്നാമതാണ് യൂണിവേഴ്സൽ ഇൻസ്റ്റെബിലിറ്റി. യൂണിവേഴ്സൽ ഇൻസ്റ്റെബിലിറ്റി. യൂണിവേഴ്സൽ ഇൻസ്റ്റെബിലിറ്റി. നാലാമത്തതാണ് കൈനറ്റിക് ഇൻസ്റ്റെബിലിറ്റി.
ഓക്കെ. അപ്പോൾ 4 തരത്തിലുള്ള ഫ്രീ എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതിനനുസരിച്ച് 4 ഇൻസ്റ്റെബിലിറ്റി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ മാറ്റാൻ പറ്റുന്നുണ്ട് എന്നാണ് ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഇനി ഓരോ ഇൻസ്റ്റെബിലിറ്റിയും എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് നമ്മളിനി അടുത്ത് പഠിക്കാനുള്ളത്. സോ അതിനുവേണ്ടി ഞാനൊരു ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രീമിംഗ് ഇൻസ്റ്റെബിലിറ്റിയാണ്. സ്ട്രീമിംഗ് ഇൻസ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇത് അറേസ് ചെയ്യുന്നത് 2 പ്ലാസ്മയിലുള്ള പാർട്ടിക്കിൾസ് നമുക്കറിയാം, ഇലക്ട്രോൺസും ആണ് അയോൺസും ആണ്, 2 ചാർജ്ഡ് പാർട്ടിക്കിൾ. ദറ്റ് ഇസ് 2 ഗ്രൂപ്പ് ഓഫ് പ്ലാസ്മ പാർട്ടിക്കിൾ. ഈ 2 പാർട്ടിക്കിൾസിൻ്റെയും ഡ്രിഫ്റ്റിൻ്റെ ഇൻട്രാക്ഷൻ മൂലം, 2 പാർട്ടിക്കിൾസിൻ്റെ ഇൻട്രാക്ഷൻ മൂലമാണ് ഈ ഒരു ഇൻസ്റ്റെബിലിറ്റി എന്ത് ചെയ്യുന്നത്, കിട്ടുന്നത് പ്ലാസ്മ സ്റ്റേജിന്. ഓക്കെ. അപ്പോൾ അവിടെ നടക്കുന്നത് എന്താ വെച്ചാൽ മൂവ്മെൻ്റ് ആണ്. അതായത് ഇൻസ്റ്റെബിലിറ്റി അറൈസ് ഫ്രം ദ ഇൻട്രാക്ഷൻ ഓഫ് 2 ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ അയൺസ് ആൻഡ് ഇലക്ട്രോൺസ് ഓഫ് പ്ലാസ്മ പാർട്ടിക്കിൾ ഡ്രിഫ്റ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ഈച്ച് അതർ. ഡ്രിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ദർ വിൽ ബി എ മോഷൻ. അപ്പോൾ അതിനൊരു കൈനറ്റിക് എനർജി ഉണ്ട്. ഈ എനർജിയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, പാർട്ടിക്കിൾസിന് കിട്ടുന്നത്. അതായത് ഫ്രീ എനർജി ആയിട്ട് നമുക്ക് കിട്ടുന്നത് എന്താണ്, കൈനറ്റിക് എനർജിയാണ്. അതായത് റിലേറ്റീവ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ആയിട്ടാണ് നമുക്കിവിടെ കിട്ടുന്നത്. കാരണം ഡ്രിഫ്റ്റിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ റിലേറ്റീവ് ഡ്രിഫ്റ്റ് വെലോസിറ്റിയാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു എനർജി മൂലമാണ് സ്ട്രീമിംഗ് ഇൻസ്റ്റെബിലിറ്റി എന്ത് ചെയ്യുന്നത്, വരുന്നത് നമുക്ക് എന്ത് പറയാൻ പറ്റും. ഓക്കെ. അപ്പോൾ സച്ച് ഇൻസ്റ്റെബിലിറ്റീസ് മേ ബി ജനറേറ്റഡ് വെൻ ബീം ഓഫ് എനർജറ്റിക് പാർട്ടിക്കിൾ ട്രാവൽ ത്രൂ ദ പ്ലാസ്മ ഓർ കറണ്ട് ഡ്രൈവൺ ത്രൂ ദ പ്ലാസ്മ. അതായത് ഒരു എനർജറ്റിക് പാർട്ടിക്കിൾ ഒരു പ്ലാസ്മയിലൂടെയോ അല്ലെങ്കിൽ കറണ്ട് ഡ്രൈവ് ചെയ്തിട്ടോ എന്ത് ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട് എന്നാണ് ഇത് മീൻ ചെയ്യുന്നത്. ഓക്കെ. സച്ച് ഇൻസ്റ്റെബിലിറ്റീസ് ആർ. രണ്ടാമത്തത് പറയുന്നത് റൈലെ ടൈലർ ഇൻസ്റ്റെബിലിറ്റീസ്. ഈ ഒരു ഇൻസ്റ്റെബിലിറ്റി അറേസ് ചെയ്യുന്നത് സ്പേഷ്യൽ കൺഫൈൻമെൻറ്റ് ഓഫ് പ്ലാസ്മയുടെ അറേഞ്ച്മെൻറ്റിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ റൈലെ ടൈലർ ഇൻസ്റ്റെബിലിറ്റി എന്ത് ചെയ്യുന്നത്, വരുന്നത്. ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളൊരു യൂണിഫോം പ്ലാസ്മന് ഒരു ഹെവി ഫ്ലൂയിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. മാഗ്നറ്റിക് ഫീൽഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ മുകളിൽ ഹെവി പാർട്ടിക്കിൾ വരുന്ന രീതിയിൽ, മാഗ്നറ്റിക് ഫീൽഡിന് ഗ്രാവിറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവിടെ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഒരു അൺസ്റ്റെബിലിറ്റിയിലേക്ക് നഷ്ടപ്പെടും. കാരണം ഭാരമില്ലാത്തൊരു വസ്തുവിലേക്ക് നമ്മൾ ഭാരമുള്ളൊരു വസ്തു നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ ദർ വിൽ ബി ലോസ് ഇൻ ഗ്രാവിറ്റി. ഓക്കെ. അപ്പോൾ അവിടെ ഗ്രാവിറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് നടക്കുന്നത്. ഇറ്റ് വിൽ ബി എ അൺസ്റ്റേബിൾ. അപ്പോൾ ഇവിടെ നടക്കുന്നത് ഒരു നോൺ ഇലക്ട്രോ മാഗ്നറ്റിക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, അതായത് ഗ്രാവിറ്റി നഷ്ടപ്പെടുന്നുണ്ട്. ആ ഒരു എനർജി മൂലമാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, അൺസ്റ്റെബിലിറ്റി എന്ത് ചെയ്യുന്നത്, കിട്ടുന്നത്. ഇത് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൈഡ്രോഡൈനാമിക്സിലാണ്. സാധാരണ ഈ ടൈപ്പ് ഹൈഡ്രോഡൈനാമിക്സ് എന്ന വാട്ടറുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ഫീൽഡിലാണ് ഈ സാധാരണ ഈ ഇൻസ്റ്റെബിലിറ്റി നമ്മൾ കാണുന്നത്. ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഹെവി ഫ്ലൂയിഡിനെ ഒരു ലൈറ്റ് ഫ്ലൂയിഡ് വെച്ചിട്ട് സപ്പോർട്ട് ചെയ്യാം. ഹെവി ഫ്ലൂയിഡ്, അതായത് ഫ്ലൂയിഡ് നല്ല ഹെവി ആയിട്ടുള്ള ഫ്ലൂയിഡിനെ ഒരു ലൈറ്റ് ഫ്ലൂയിഡ് വെച്ച് നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ എനി റിപ്പിൾ ഇൻ ദ ഇൻ്റർഫേസ്, അതായത് 2 ബൗണ്ടറികൾ തമ്മിൽ ഒരു റിപ്പിൾസ് ഫോം ചെയ്യും. ആ റിപ്പിൾസ് മൂലം ഒരു പൊട്ടൻഷ്യൽ എനർജി അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട്. ഈ എനർജി എന്ന് പറയുന്നത് ഫ്രീ എനർജിയാണ്. ഇറ്റ് വിൽ ബി എ അൺസ്റ്റെബിലിറ്റി. ദ മീഡിയം വിൽ ബി അൺസ്റ്റേബിൾ. മൂന്നാമത്തതാണ് യൂണിവേഴ്സൽ ഇൻസ്റ്റെബിലിറ്റീസ്. അതായത് എ പ്ലാസ്മ ഈസ് നെവർ ഇൻ ട്രൂ തെർമോഡൈനാമിക്സ് ഇക്വിലിബ്രിയം. റിയലിസ്റ്റിക്കലി ഓൾ ലാബോറട്ടറി ഓർ നാച്ചുറൽ പ്ലാസ്മ ഹാവ് ഡെൻസിറ്റി ഗ്രേഡിയൻറ്റ്. എന്ന് വെച്ചാൽ നമുക്ക് പറയാം പ്ലാസ്മ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലല്ല എന്നാണ് നമുക്ക് പറയുന്നത്. പ്രത്യേകിച്ച് നാച്ചുറലായിട്ടുള്ള കേസാണെങ്കിൽ അല്ലെങ്കിൽ ലാബോറട്ടറിയിലുള്ള പ്ലാസ്മ ആണെങ്കിൽ അവിടെ ഡെൻസിറ്റി, അതായത് നമ്പർ ഓഫ് ഇലക്ട്രോൺസിൻ്റെയും നമ്പർ ഓഫ് അയോൺസിൻ്റെയും എണ്ണത്തിന് എന്തുണ്ടാവും, ഒരു വ്യത്യാസം ഉണ്ടാവും. ഈ ഒരു വ്യത്യാസം കാരണം ഒരു തെർമൽ ഇക്വിലിബ്രിയം, പ്ലാസ്മ ഇക്വിലിബ്രിയത്തിൽ എന്ത് സംഭവിക്കും, ഒരു തെർമൽ ക്യാരക്ടർ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നോൺ തെർമൽ ക്യാരക്ടർ എന്ത് ചെയ്യും, അവിടെ ആഡ് ചെയ്ത് അല്ലെങ്കിൽ അഡീഷണലായിട്ട് വരുന്നുണ്ട്. ഡ്യൂ ടു ദ തെർമൽ ഇക്വിലിബ്രിയം, അതായത് തെർമൽ ഇക്വിലിബ്രിയത്തിലല്ലാത്തതുകൊണ്ട് എ പ്ലാസ്മ ഈസ് നെവർ ദ ട്രൂ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്, അതായത് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലല്ല. ഈ ഒരു കാരണം കൊണ്ട് തന്നെ പ്ലാസ്മ ഇക്വിലിബ്രിയത്തിലേക്ക് പുതിയൊരു ക്യാരക്ടർ, നോൺ തെർമൽ ക്യാരക്ടർ വരുന്നുണ്ട്.
ഇതിൻ്റെ ഫലമായിട്ട് ഈ ഡെൻസിറ്റി ഗ്രേഡിയൻറ്റിനുമായി ബന്ധപ്പെട്ട് ഒരു പ്രഷർ, ഇത് പ്രഷർ അസോസിയേറ്റഡ് വിത്ത് ഡെൻസിറ്റി ഗ്രേഡിയൻറ്റ്, അതായത് ഡെൻസിറ്റി ഗ്രേഡിയൻറ്റിന് അവിടെ ചേഞ്ച് ഉണ്ട് നമ്മൾ പറഞ്ഞു. ആ ചേഞ്ച് മൂലം ഒരു പ്രഷർ ഡെൽറ്റ പി സീക്വൽ ടു എന്തായിരുന്നു റിലേഷൻ, ഡെൽറ്റ പി സീക്വൽ ടു ഗാമ കെ ടി ഡെൽറ്റ എൻ. പ്രഷറിൻ്റെ ടേം ഉണ്ട്, കെ ടി ഡെൽറ്റ എൻ എന്നുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഗാമ കെ ടി ഡെൽറ്റ എൻ. അപ്പോൾ അവിടെ ഡെൻസിറ്റി ഗ്രേഡിയൻറ്റിന് ഡിഫറൻസ് വരുമ്പോൾ അവിടെ ഒരു പ്രഷർ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഈ പ്രഷർ മൂലം ഒരു ഫ്രീ എനർജി എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ സിസ്റ്റത്തിൽ വരുന്നു. ഈ എനർജി മൂലം അവിടെ നിന്നുണ്ടാകും ഒരു സ്റ്റെബിലിറ്റി ഫോം ചെയ്യും. ദാറ്റ് കോൾഡ് യൂണിവേഴ്സൽ ഇൻസ്റ്റെബിലിറ്റി. യൂണിവേഴ്സൽ എന്ന് പറയാനുള്ള കാരണം ഇത് എന്താണ്, നാച്ചുറലായിട്ടുള്ളതും അതുപോലെ ലാബോറട്ടറിയിലും ഉണ്ടാകുന്നൊരു കേസാണ് ഡെൻസിറ്റി ഗ്രേഡിയൻ്റ് മൂലം. നാലാമത്തതാണ് കൈനറ്റിക് ഇൻസ്റ്റെബിലിറ്റി. അതായത് ഇത് ഇവിടെ മാക്സ്വെല്ലിയൻ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫലമായിട്ട് നമ്മൾ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ എഴുതുമ്പോൾ അവിടെ സംഭവിക്കുന്ന ഒരു ചേഞ്ച്, ഡിപ്പാർച്ചർ മൂലം ഒരു ഇൻസ്റ്റെബിലിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. ആ ഒരു ഇൻസ്റ്റെബിലിറ്റിക്കാണ് എന്താ പറയുക, കൈനറ്റിക് ഇൻസ്റ്റെബിലിറ്റി എന്ന് പറയാം. ഇത് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് അടുത്ത മൊഡ്യൂളിൽ നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട്, അതായത് കൈനറ്റിക് ഇൻസ്റ്റെബിലിറ്റി, കൈനറ്റിക് തിയറി വ്ളാസോവ് ഇക്വേഷൻ എന്നാണ് അറിയാം. വ്ളാസോവ് ഇക്വേഷൻ വെച്ചിട്ടാണ് ഇത് കൂടുതലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിന് ചെറിയൊരു ഡിസ്കഷൻ മാത്രമേ നമ്മളിവിടെ എന്ത് ചെയ്യുന്നുള്ളൂ, കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ദിസ് ഇൻസ്റ്റെബിലിറ്റീസ് ആർ അസോസിയേറ്റഡ് വിത്ത് ദ ഡിപ്പാർച്ചർ ഓഫ് ദ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫ്രം മാക്സ്വെല്ലിയൻ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ഇങ്ങനെ തരത്തിൽ വരുന്ന സ്റ്റെബിലിറ്റി ആണെന്ത്, കൈനറ്റിക് ഇൻസ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കേസിൽ ഡീറ്റെയിലായിട്ട് പഠിക്കാനുണ്ട് സ്ട്രീമിംഗ് ഇൻസ്റ്റെബിലിറ്റിയും അതുപോലെ റെയിലേ ടൈലർ ഇൻസ്റ്റെബിലിറ്റിയും. സോ നമുക്ക് അതിലേക്ക് പോകാം അടുത്ത ക്ലാസ്സിലായിട്ട്. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.